നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്നോട് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ആരെങ്കിലും കണ്ടത് വലിയ കുഴപ്പവും. സാറേ, എന്റെ വീട്ടിലാകെ പട്ടിണിയാ. ഒന്ന് പതുക്കെ പറ. എന്റെ മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലെ പലരുടെ അവസ്ഥയും ഇത് തന്നെയാ. എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് ജീവിക്കണം. അതിന് അത്യാവശ്യമായി കുറച്ച് പണം വേണം. സാറിനെ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തോണ്ടാ ഇങ്ങോട്ട് വന്നത്. എടാ, നീ ഇപ്പൊ പോ. കാശ് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. ഇല്ല, അത് പറ്റത്തില്ല സാറേ. സാറിന്റെ തടി മാത്രം രക്ഷപ്പെടുത്തിയാൽ മതി. പോലീസ് പിടിച്ചാലേ ഞങ്ങളുടെ കുടുംബം പട്ടിണിയായി പോവും. അതുകൊണ്ട് ക്യാഷ് സാർ ഇപ്പൊ തന്നെ തന്നാ മതി. ശരി, നിന്റെ കാശ് ഞാൻ ഇപ്പൊ തന്നെ തരാം. ഇത് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരു ഡീലും പാടില്ല, മനസ്സിലായോ? ക്യാഷ് തന്ന പിന്നെ സാറിനെ ശല്യപ്പെടുത്താൻ ഞങ്ങൾ വരത്തില്ല. പക്ഷേ നക്കാപ്പിച്ചതെന്ന് ഞങ്ങളെ ഒതുക്കാമെന്ന് കരുതരുത്. കൈവിട്ട കളിയായത്. നീ ആവശ്യപ്പെട്ട തുക മുഴുവനുണ്ട്. എന്നാ വെച്ചോ. ഇനി നിങ്ങൾ ആരും എന്നെ വിളിക്കാനോ ശല്യപ്പെടുത്താനോ പാടില്ല. അതെന്ത് വർത്തമാനാ സാറേ പറയുന്നേ? പണം തന്നത് ഞങ്ങളുടെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാനാ. അത് ഞങ്ങൾ ചെയ്ത ജോലിക്കുള്ള കൂലിയാ സാറേ. പക്ഷേ പോലീസ് പിടിച്ച ജാമ്യത്തിലിറക്കാനും മറ്റു കാര്യങ്ങൾക്കും സാറ് കൂടെ ഉണ്ടായേ പറ്റൂ. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. തൽക്കാലം നീ ആരെങ്കിലും കാണുന്നതിന് മുമ്പ് സ്ഥലം വിട്. ഞാൻ വിളിക്കുമ്പോ സാറ് ഫോൺ എടുക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഇങ്ങ് വരും. ശരി, നീ ഇപ്പൊ പോ. എന്റെ ഈശ്വര, ഇവനെ ആരും കാണാതിരുന്നാ മതിയായിരുന്നു. ഹലോ, എന്താ പവിയേട്ടാ? അതെ, ആ ഗുണ്ടകളെ കൊണ്ടുള്ള നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു ഗിരിജെ. ചോദിച്ച കാശ് കൊടുത്ത് അവന്മാരെല്ലാം ഞാൻ പറഞ്ഞു വിട്ടു. ആണോ? അവന്മാരിന് വല്ല ബംഗാളിലോ ആസാമിലോ എവിടെയെങ്കിലും പോയി കറങ്ങി നടന്നോളൂ. അവന്മാരിനി പോലീസ് പിടിക്കുമെന്ന് നമ്മൾ പേടിക്കേണ്ടതില്ല. ഇതേ കുറച്ചുകൂടി നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. കാശ് വാങ്ങി അവന്മാര് പോവുമല്ലോ അല്ലേ? അതോ നമ്മളെ ചതിക്കോ? അങ്ങനെ നെറിയില്ലാത്തവന്മാരല്ല അവന്മാര്. വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. ജീവൻ ഉള്ളിടത്തോളം കാലം അവന്മാര് ചതിക്കില്ല. എല്ലാം ഒരു വിശ്വാസമല്ലേ പവിയേട്ട? മനുഷ്യനാ. പണത്തിന് വീണ്ടും ആവശ്യം വരുമ്പോ അവന്മാരെന്തും ചെയ്തുകൂടാന്നില്ല. എനിക്കവരെ വിശ്വാസമാണ്. എന്തായാലും ഇവന്മാരെ കൊണ്ടുള്ള ശല്യം തീർന്ന സ്ഥിതിക്ക് എനിക്കൊരാഗ്രഹം കൂടി ഉണ്ട്. എന്താഗ്രഹം? ആ ദർശനയുടെ അനിയത്തിയില്ലേ, അഞ്ജന, അവക്കിട്ടൊരു പണി കൊടുക്കണം. എന്നെ കൊല്ലാൻ വെട്ടുകത്തിയും കൊണ്ട് വന്നവളാവള്. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞു വരുന്ന സമയമാണ്. അതുകൊണ്ട് നീ ഇപ്പൊ പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. തൽക്കാലം അതൊക്കെ ഒന്ന് അവഗണിച്ചേക്ക്. എന്നിട്ട് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യേ. അവൾക്ക് നല്ല 8ന്റെ പണി നമുക്ക് കൊടുക്കാം. അത് മതി, എനിക്കത് മാത്രം കേട്ടാ മതി. എന്നാലേ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ശരി. ഓരോ പുലിവാല് തീർത്തു വരുമ്പോഴാണ് ഇവള് പുതിയവരൊന്ന് കൊണ്ടുവരുന്നത്. ആദ്യം അവര് തരാൻ സമ്മതിച്ചില്ല, പിന്നെ കുറച്ച് നിർബന്ധിക്കേണ്ടി വന്നു. ഇതിന്റെ ഒന്നും പിന്നാലെ കയറി ഇറങ്ങി നടക്കാൻ പലർക്ക് സമയമില്ല. അതുകൊണ്ട് ആരും ഇത്തരം തെളിവുകളൊന്നും തരികയില്ല. ഈ തെളിവ് വെച്ച് അമ്മയെ ജാമ്യത്തിലിറക്കാൻ പറ്റുമല്ലോ അല്ലേ സാർ? നമുക്ക് നോക്കാം. രൂപേഷേട്ടൻ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഈ കേസിലെ വളരെ നിർണായകമായൊരു തെളിവാണിത്.
മിന്നൽ രാജുവിനെ മയക്കി കെടുത്താൻ ഉപയോഗിച്ച മരുന്ന് വാങ്ങിയ ഗുണ്ടയുടെ വീഡിയോ മതി അമ്മയ്ക്ക് ജാമ്യം കിട്ടാൻ. അങ്കിൾ, നമ്മൾ കൊലപാതകിക്ക് വളരെ അടുത്തെത്തിക്കഴിഞ്ഞു അല്ലേ അങ്കിൾ? അതെ, ഇതുവരെ നമ്മുടെ കയ്യിൽ ഇത്രയും ശക്തമായ ഒരു എവിഡൻസ് ഉണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് ഈ തെളിവ് കോടതിയിൽ ഹാജരാക്കണം. അടുത്ത തവണ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഉറപ്പായും കോടതി അമ്മയ്ക്ക് ജാമ്യം അനുവദിക്കും. വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ജയിലിൽ അമ്മയെ കാണാൻ പോകുന്നുണ്ട്. അപ്പച്ചി അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധത്തിലാ. ഉം. വക്കീലും ഇന്ന് ജയിലിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ. എന്തായാലും ഇന്ന് കൊണ്ട് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണം. ഞാനിപ്പോ നേരെ DYSPയെ കാണാൻ പോകുന്നുണ്ട്. അരുൺ സാറ് കാര്യങ്ങളൊക്കെ വിളിച്ച് DYSPയോട് പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ എൻ്റെ മൊബൈലിലേക്കൊന്ന് അയച്ചേക്ക്. ഞാനേ അദ്ദേഹമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. എന്തായാലും അടുത്ത തവണ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് അതിനൊരു എതിർപ്പുണ്ടാവില്ല. ഈ കാര്യം ഞാൻ DYSPയോട് സംസാരിക്കാം. വേണമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് പ്രോസിക്യൂട്ടറിന് വിളിപ്പിക്കുകയും ചെയ്യാം. ആ വീഡിയോ ഒന്ന് അയച്ചേക്ക്. അയച്ചിട്ടുണ്ട്. എന്താ നിഖിലേ, ഇങ്ങനെ ആളെ പറ്റിക്കരുത്. മറ്റാരെ പറ്റിച്ചാലും തന്നെ ഞാൻ പറ്റിക്കില്ല. താൻ വിഷമിക്കണ്ട, ഞാൻ ഉടനെ വരാം. ലൈഫിൽ ആദ്യമായിട്ടാ എനിക്ക് ഇങ്ങനെ ഒരു ഫീൽ. എനിക്കറിയാം, താൻ എന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഉണ്ടോന്നോ? കൊള്ളാം. ജീവിതത്തിൽ എന്തെങ്കിലും ഒരാളുടെ കൈപിടിക്കണമെന്ന് എല്ലാ പെൺകുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൈപിടിക്കുക എന്നത് ഒരു ഭാഗ്യ. എന്നോട് തനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടോ? എന്റെ ഇഷ്ടത്തിന്റെ അളവും തൂക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ താനില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ എന്താ മോളെ മനസ്സിലാക്കാൻ ഇത്രയ്ക്ക് ലേറ്റായത്? ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. എത്രയും പെട്ടെന്ന് താൻ ഇങ്ങോട്ട് വാ. എനിക്ക് തന്നെ കാണാൻ കൊതിയായി. എനിക്കും. എന്നിട്ടാണോ ഇങ്ങനെ ലേറ്റ് ആവുന്നേ? ആരടി ഫോണില്? ഹലോ ശ്രേ, ഇവർക്ക് കയറി വരാൻ കണ്ട സമയം. നിന്നോടല്ലേ ചോദിച്ചത്? ആരടി ഫോണില്? ഫോൺ എന്തൊരു കഷ്ടം ഇത്. ഈ വീട്ടിൽ മനസ്സമാധാനായിട്ട് ഒരു ഫോൺ പോലും ചെയ്യാൻ പറ്റില്ലേ? ഇത്രയ്ക്ക് പ്രൈവസി ഇല്ലാന്നൊക്കെ പറഞ്ഞ അമ്മയ്ക്കൊരു മിനിമം കോമൺ സെൻസ് ഇല്ലേ? എന്റെ കോമൺ സെൻസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ദേ, ഒരു വിധത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു വരുന്നതേ ഉള്ളൂ. അതിനിടയിൽ നീയായിട്ട് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അതെ, നിന്റെ ഈ പ്രായം കടന്ന ഞാനും വന്നത്. ഒളിച്ചും പാത്തുള്ള നിൽപ്പും ഫോൺ വിളിയൊക്കെ കാണുമ്പോ എനിക്ക് കാര്യം മനസ്സിലാവും. ഇങ്ങോട്ട് നോക്ക്. ഈ ഫോണിന്റെ അങ്ങേയറ്റത്ത് ഏതവനായാലും ശരി, അവനോട് കാര്യം പറഞ്ഞേക്ക് നീ എൻഗേജ്ഡ് ആണെന്ന്. അമ്മേ, അതിന് ഞാൻ എൻഗേജ്ഡ് അല്ലല്ലോ. ഡി, ആ ദർശിനി മിക്കവാറും മിന്നൽ രാജുവിന്റെ ആൾക്കാർ വെടിവെച്ച് കൊല്ലും. അവള് മരിച്ചു പോയാ രൂപേഷിനൊരു രണ്ടാം ഭാര്യ വേണ്ടേ? എന്തെങ്കിലും സംഭവിച്ച നിന്നെ കൊണ്ട് രൂപേഷിനെ കല്യാണം കഴിപ്പിക്കാനാ ഞങ്ങളുടെ തീരുമാനം. അതിനെ എന്നെ കിട്ടില്ല. സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ഞാൻ വാങ്ങാറില്ല. മാത്രമല്ല, രൂപേഷിനെ പോലെ ഒരാളെ എനിക്ക് താല്പര്യമില്ല. എന്റെ ടേസ്റ്റ് ഒന്നും അതല്ല. അതൊക്കെ അങ്ങ് ശീലമായിക്കോളും. അമ്മയ്ക്ക് ഇതെങ്ങനെ പറയാൻ തോന്നി? ഒരുത്തിയെ കൊന്നിട്ട് അവളുടെ ഭർത്താവിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ. കഷ്ടം തന്നെ. ഇടിയൊന്നും പതുക്കെ പറ.